പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 22 അധ്യായം 28 വാക്യം. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഹല്ലേലൂയ. നീ ഒരു കാര്യം നിരൂപിക്കും, അത് തന്നെ സാധിക്കും. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളാണ് അവനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യൻ പലതിനെക്കുറിച്ചും ആലോചിച്ച് പദ്ധതി ഉണ്ടാക്കും. പലതിനെക്കുറിച്ചും മനുഷ്യർക്കൊരു കാഴ്ചപ്പാടുണ്ട്. മനുഷ്യർക്ക് ഭാവിയെക്കുറിച്ച്, നാളെയെക്കുറിച്ച് എല്ലാ കാലത്തും ഒരു ചിന്തയുണ്ട്. എന്നാൽ ഇതാ വേദപുസ്തകം പറയുന്നു, നീ ഒരു കാര്യം നിരൂപിക്കുമ്പോൾ അത് നിനക്ക് സാധിക്കും. അങ്ങനെ ഒരു ഉറപ്പ് വേദപുസ്തകം പറയുമ്പോൾ അതിൻ്റെ പുറകിൽ, ആ ഉറപ്പിൻ്റെ പുറകിൽ ദൈവം പറയുന്ന ചില കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ആരുടെ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും, എങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ എസ്റ്റാബ്ലിഷ് ആകുന്നത്, നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സാധിക്കുന്നത്. ഇതാ ഇയ്യോബിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, നീ ദൈവവുമായി സമാധാനത്തിലായിരിക്കണം. 21 വാക്യം, നീ അവനോട് ഇണങ്ങി സമാധാനമായി ഇരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. ദൈവത്തിനോ മനുഷ്യനോട് സമാധാനമുണ്ടായിരിക്കണം. നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവത്തിനോട് സമാധാനത്തിന് വേണ്ടി ചോദിക്കണം. ദൈവക്രോധത്തിൽ നിന്ന്, ദൈവകോപത്തിൽ നിന്ന് നാം ഓടി മാറണം. നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമുക്കും ദൈവത്തിനും തമ്മിൽ സമാധാനമുണ്ട്. ഒരു സമാധാനത്തിൻ്റെ നിയമമായി അത് മാറും. കാൽവരിയിലെ ക്രൂശിലെ രക്തം, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മെ ശുദ്ധിയുള്ളവരാക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമെങ്കിൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് അവൻ്റെ മുമ്പാകെ നിരപ്പ് പ്രാപിക്കും. നിരപ്പിൻ്റെ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നത്. നാം കർത്താവിനോട് സമാധാനത്തോടെ ഇരിക്കണം. കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അവനുമായിട്ടൊരു നിരപ്പ് പ്രാപിക്കണം. അവനുമായി നാം സമാധാനത്തിലായിരിക്കണം. ഒന്നാമത് നാം ചെയ്യേണ്ട കാര്യം അതാ. രണ്ടാമതായി വേദപുസ്തകം 22 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. നോക്ക്, കർത്താവിൻ്റെ വാ തുറന്ന് പറഞ്ഞ ഓരോ വാക്യത്തെയും നിൻ്റെ ഹൃദയത്തിനകത്ത് നീ വെക്കണം. നിൻ്റെ ഹൃദയത്തിനകത്ത് നീ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ പകയും വിദ്വേഷവും ലോകത്തിൻ്റെ വാർത്തകളുമല്ല, പിന്നെയോ നിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കണം. ദൈവവചനമാണോ ഹൃദയത്തിനകത്തുള്ളത്? വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉണ്ടാക്കും. ദൈവത്തിൻ്റെ വചനം കുരുട്ട് കണ്ണുകളെ തുറക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ അന്ധകാരത്തെ എടുത്തു മാറ്റും. കർത്താവിൻ്റെ വചനം നിൻ്റെ കാലിന് ദീപവും നിൻ്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കും. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തിലെ വാളുപോലെ മൂർച്ചയുള്ളതാ. അങ്ങനെയെങ്കിൽ ആ വചനത്തെ നിൻ്റെ ഹൃദയത്തിനകത്ത് നീ നിറയ്ക്കുമ്പോൾ വചനം എല്ലാ കാലത്തും ഫലം കായ്ക്കുന്നതത്രേ. ദൈവത്തിൻ്റെ വചനത്തിന് ഹല്ലേലൂയ വലിയ ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഹൃദയത്തിനകത്ത് എന്ത് നിറയുന്നു അതായിരിക്കും വായിലൂടെ പുറത്തു വരുന്നത്. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങൾ ദിനവും ദൈവവചനം വായിച്ച് ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നിരൂപണങ്ങളെ ദൈവം സാധ്യമാക്കി തരും. ഒന്നാമത്തെ സങ്കീർത്തനത്തിലും നാം വായിക്കുന്നത് അതുതന്നെയാണ്. ഹല്ലേലൂയ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ നീ ആയിത്തീരണമോ? കർത്താവിൻ്റെ ന്യായപ്രമാണത്തെ നീ രാപ്പകൽ ധ്യാനിക്കണം. കർത്താവിൻ്റെ വചനത്തിന് നിൻ്റെ ശ്രദ്ധ കൊടുക്കണം. കർത്താവിൻ്റെ വചനത്തിന് ചെവി കൊടുക്കണം. ദൈവവചനം ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതൽ ഏത് കാര്യം നിരൂപിച്ചാലും അത് അവന് സാധിക്കും. അവൻ്റെ കൈയുടെ പ്രവർത്തികളെ ദൈവം സാധ്യമാക്കി തരും. മൂന്നാമത്തെ കാര്യം ഇതാ നാം ഇപ്രകാരം വായിക്കുന്നു, സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ഹല്ലേലൂയ. നീ സർവശക്തനിലേക്ക് തിരിയണം. നിൻ്റെ നോട്ടം കർത്താവിലേക്കായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ഒരിക്കൽ കേട്ടു, ഒരു വചനം വായിച്ചു, അതുകൊണ്ടിരിക്കുകയല്ല, എന്നും ദിനവും കർത്താവിങ്കലേക്ക് നിൻ്റെ മുഖം തിരിക്കണം. കർത്താവ് ആലോചന പറയട്ടെ, കർത്താവ് വഴി നടത്തട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴിയെന്ന് പറയുന്ന കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മുടെ ചെവിയെ ചായ്ക്കണം. അങ്ങനെയെങ്കിൽ നിശ്ചയമായി നിൻ്റെ നിരൂപണങ്ങളൊന്നും പാഴായി പോകത്തില്ല. നിൻ്റെ നിരൂപണങ്ങളെ ദൈവം സാധ്യമാക്കി തരും. സർവശക്തൻ്റെ മുഖത്തേക്ക് നീ നോക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി
അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. നീ ദൈവത്തോട് സമാധാനമായിരിക്കുക. 2 കർത്താവിൻ്റെ വചനം കേൾക്കുക. 3 കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. 4-മതായി പറയുന്നു ഹല്ലേലൂയ, നിൻ്റെ കൂടാരത്തിൽ നിന്ന് നീതികേടുകളെ നീ അകറ്റിക്കളയണം. ഹല്ലേലൂയ. നിൻ്റെ കൂടാരത്തിനകത്ത് നീതികേട് വരുവാൻ, ദൈവത്തിന് വിരോധമായൊരു പ്രമാണം വരുവാൻ നീ ഒരു നാളും അനുവദിക്കരുത്. ദൈവവചനത്തിന് വിരോധമായി, ദൈവ ആരാധനയ്ക്ക് വിരോധമായി കുടുംബത്തിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 4-മതായി അത് എടുത്തു കളയണം. ഇത് 5-മതായി പറയുന്നു, നിൻ്റെ പൊന്ന് പൊടിയിലും നിൻ്റെ ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ട് കളയുക. അപ്പോൾ സർവശക്തൻ നിൻ്റെ പൊന്നും നിനക്ക് വെള്ളി വാളവും ആയിത്തീരും. ഹല്ലേലൂയ. നോക്ക്, ദൈവമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി. ഈ ഒരു വാക്യം ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ദൈവമാ പൊന്നിനെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും നിനക്ക് വലുത്. അങ്ങനെ നീ കാണാൻ പറ്റുമോ? ദൈവത്തിനാണോ വില കൊടുക്കുന്നത്? ദൈവത്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്? ദൈവത്തിനാണോ മുൻതൂക്കം കൊടുക്കുന്നത്? പൊന്നിനെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും കർത്താവേ നീ എനിക്ക് വലുതെന്ന് ഒരു വ്യക്തി ഏറ്റുപറയുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് പറയും, പ്രിയനെ നീ എനിക്ക് വലുതാ. കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നിനക്ക് ജയം തരാൻ ദൈവം വിശ്വസ്തനത്രേ. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നവനെ ദൈവവും മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നരുളി ചെയ്ത ദൈവം അവൻ ഇടപെട്ട് നിങ്ങളുടെ കാര്യങ്ങളെ നടത്തും. ഇതാ, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നീ നിരൂപിക്കുന്ന കാര്യങ്ങൾ സാധിക്കണമോ? 5 കാര്യങ്ങൾ നാം ചിന്തിച്ചു. 1, ദൈവവുമായി സമാധാനത്തിലിരിക്കുക. 2, കർത്താവിൻ്റെ വചനത്തിന് ചെവി കൊടുക്കുക. 3, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. 4, നിൻ്റെ കൂടാരത്തിനകത്തുനിന്ന് നീതികേട് അകറ്റിക്കളയുക. 5, ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഈ കർത്താവ് നിൻ്റെ നിരൂപണങ്ങളെ സാധിപ്പിച്ച് നിന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.